ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അബ്ദുറഹ്മാൻ ഇരുവേറ്റാണോ? അതെ. ഇത് ഞാൻ കണ്ണൂരിന്നാണേ. കല്ലിയിൽ നിന്ന് പറയും. ഒന്ന് രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയം ഉണ്ടാവോ? കുറച്ചൊക്കെ ഉണ്ട്. ഒരു വഴിക്ക് പോവാൻ നിൽക്കുകയാണ്. ഇൻഷാല്ലാ. ഞാൻ പെട്ടെന്ന് ഒന്ന് ചോദിച്ചിട്ട് ഞാൻ വിടാം. എനിക്ക് നമ്മുടെ അബ്ദുറഹ്മാൻ അൻസാരി ഡൗണിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു ജിന്നിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയം അവതരിപ്പിച്ചിരുന്നത്. അപ്പൊ ആ വിഷയമായിട്ട് ഞാൻ ഇന്നലെ അബ്ദുറഹ്മാൻ സാറിനെ വിളിച്ചു. അപ്പൊ അദ്ദേഹം വളരെയധികം കർശനമായി നിഷേധിക്കുകയാണ്. അങ്ങനെ യാതൊരു സംഭവവും ഞാൻ പറഞ്ഞിട്ടില്ല, എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല, ഇത് ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ നിഷേധിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം അറിയാൻ വേണ്ടിട്ടാണ്. നിങ്ങൾ ആ സമയത്ത് അതിപ്പോ അബ്ദുറഹ്മാൻ അൻസാരി അറിഞ്ഞ ഒരാൾ തന്നെയല്ലേ? അൻസാരി അബ്ദുറഹ്മാനിൽ ഒരാളാണ്. ഒരാൾ തന്നെയല്ലേ? വേറെ ആളുണ്ടോ? ഏത് കണ്ടതാണോ? അല്ല, ഈ പേരിൽ വേറെ ആളുണ്ടോ അറിയോ? അല്ല, ഇയാള് കോട്ടക്കലാണ്. അബ്ദുറഹ്മാൻ അൻസാരി കോട്ടക്കൽ. മൂപ്പരാണ് പ്രസംഗിച്ചത്. ഇപ്പൊ ഞാൻ മാത്രല്ല അത് കേട്ടത്. അത് നമ്മളെ മലപ്പുറം ഡൗണില്ലേ അറിയുന്ന മലപ്പുറം കുന്നമ്മല് തായങ്ങാടിക്കാണ് ഡൗണില്ലേ അറിയുന്നത്. അവിടെ ഒരു നമ്മളെ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരുന്ന ആ കുഞ്ഞഹമ്മദാജി സ്മാരകത്തില് അതിനോടനുബന്ധിച്ച് അതിന്റെ മുമ്പ് ചേർന്ന ഒരു സ്വാഗത സംഘ യോഗത്തിൽ അതിൽ ഞാൻ മാത്രമല്ല AP, TP, M മുഹമ്മദ് മുദനി ഇവരൊക്കെ സ്റ്റേജിലുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. ഇവര് എല്ലാവരും ഉണ്ട്. പറപ്പൂരുണ്ട്. പറപ്പൂരിനോട് ഇപ്പൊ അത് നേരിട്ട് വിളിച്ചു ചോദിച്ചാല് പറപ്പൂർ അതിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ പറപ്പൂരിനോട് ചോദിച്ചാൽ പറപ്പൂര് പിന്നെ അതിന്റെ യഥാർത്ഥ സ്ഥിതി പറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ മൂപ്പർ പ്രസംഗിച്ചത് ജിന്നിനെ കാണാൻ സാധിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്, കോട്ടക്കൽ നിന്ന് ജിന്ന് ആകാശത്തേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടു, ഞാൻ മാത്രമല്ല വേറെ രണ്ടാളുകളും അത് കണ്ടിട്ടുണ്ട് എന്നാണ് മൂപ്പര് അന്ന് സ്റ്റേജിന്മേൽ വെച്ചിട്ടാ പറഞ്ഞത്. സദസ്സിലൊന്നല്ല, ആ സ്റ്റേജിൽ കയറിയിട്ടാ പറഞ്ഞത്. അത് എന്താണ് പറഞ്ഞാൽ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ചില ആൾക്കാർ സത്യം പറഞ്ഞില്ല. ഇതിന് ഇപ്പൊ വേറൊരു കാര്യം കൂടി ഇതിനോടനുബന്ധിച്ചിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മുടെ KKP അബ്ദുള്ളയുടെ ഒരു പുസ്തകത്തിൽ അവതാരിക എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങള്. അതെ, വളരെ ധീരമായ ഒരു കാൽവെപ്പാണ് നിങ്ങൾ നടത്തിയത്. സത്യസന്ധമായിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് അത് വായിച്ചപ്പോൾ വളരെയധികം അഭിമാനം തോന്നി. കാരണം വെച്ചാൽ നിങ്ങളുടെ സത്യസന്ധതയിലാണ് അഭിമാനം തോന്നിയത്. അപ്പൊ ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും എന്താണ് കുറ്റാരോപണം അല്ലെങ്കിൽ ഭീഷണി കോളുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? അല്ല, ഭീഷണിയൊന്നുമില്ല. ചില ആളുകൾ വിളിച്ച് ചീത്ത ഉണ്ട്. അതാണ്, അത് ഈ സംസ്കാരം ഇല്ലാത്തതാണ്. സത്യം പറയുമ്പോ മുതൽ ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. കോട്ടക്കൊന്നും വിളിച്ചിരുന്നു. ഇങ്ങനെ ചേകനൂര് ആണ് എന്ന് പറയും ചിലര് മടവൂരിയാണ് എന്ന് പറയും, അജീഫ് ശരിയാന്ന് പറയും. അതൊക്കെ ഉണ്ട്. പക്ഷേ ഭീഷണിയൊന്നുമില്ല. ഭീഷണി ഇല്ലാത്തത് നമ്മളുണ്ട് അറിയണ്ടല്ലോ. ഞാനത് ചോദിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മളിത് ചില സമയത്ത് ഈ ബൈലക്സ് മെസ്സഞ്ചർ എന്ന് പറഞ്ഞിട്ട് അറിയില്ലേ, ഇസ്ലാമിക് ക്ലാസ് പിന്നെ മലയാളം ക്ലാസ് റൂം എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാല് ചില സമയത്ത് ഇന്റർനെറ്റിലെ ഒരു ഓൺലൈൻ ക്ലാസ് റൂംസ് ആണത്. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരൊക്കെ നേതാക്കന്മാരൊക്കെ വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ബുക്കിനെ കുറിച്ചിട്ട് നമ്മൾ നേരം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അവതാരികയെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാല് നിങ്ങളെ ചില വിദ്വാന്മാർ എന്ന് പറഞ്ഞാല് ശരിക്കും എന്ന് പറഞ്ഞാല് എന്താ പറയേണ്ടത്, ചാരൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെ ചാരൻ എന്നാണ് പറഞ്ഞത്. മടവൂരിയുടെ ചാരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ഈ നമുക്ക് ഈ അബ്ദുറഹ്മാൻ സാറിന്റെ ജിന്നു വിഷയത്തിലേക്ക് വരാം. അതിനിടയിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം മുജാഹിദ് ബാലുശ്ശേരിനെ അറിയില്ലേ, അയാളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ജാമ്യയിൽ നടന്ന മറ്റേ സംയുക്ത കൗൺസിൽ ഉണ്ടല്ലോ, സംയുക്ത കൗൺസിലിനെ കുറിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുജാഹിദ് ബാലുശ്ശേരി സംയുക്ത കൗൺസിൽ TPയും APയും പിന്നെ അതിനൊക്കെ പറയുന്ന കാര്യങ്ങൾ, അബ്ദുറഹ്മാൻ സലഫിയും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ജിന്നു വിഷയത്തില്? ഇവിടെ ഉസ്താദായ എന്താന്ന് പറഞ്ഞ KK സക്കരിയ സലാഹിയുടെ ഒക്കെ കാര്യങ്ങളെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും വളരെ പിന്നിലോട്ടാണ് ഉള്ളതെന്നൊക്കെ TP വളരെ സങ്കടപൂർവ്വം പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഈ വിഷയത്തിൽ. കാരണം വെച്ചാൽ എല്ലാ എന്താന്ന് പറയുക, എല്ലാ കച്ചറകളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇസ്ലാം ദീനിൽ നിന്ന് തുടച്ചു നീക്കിയിട്ട് നല്ല സംശുദ്ധമായ ഒരു ദീനിനെ പടുത്തുയർത്തിയ നമ്മൾ തന്നെ ഇപ്പോ വീണ്ടും പുറകോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നതെന്നില്ല ഒരു വാക്കുണ്ടായി. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഈ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ കാര്യം വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് റെക്കോർഡ് ഉണ്ട് അതിന്റെ. കാരണം മുജാഹിദ് ബാലുശ്ശേരി പറയാണ്, എനിക്ക് അങ്ങനെ കൗൺസിലിനെ കുറിച്ചിട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഞാൻ കൗൺസിലർ ഒന്നല്ല, പിന്നെ ഈ APDPനെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്താ പറയുന്നത്? ഇതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് സംഘടനയിലാണ്? AP ഒക്കെ ഉള്ളതാണ്, അല്ല നിങ്ങൾ ജിന്നൂരിയിലാണോ ചോദിച്ചത്? കാരണം ഇന്ന് ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയോട് ചോദിച്ചത്, നിങ്ങൾ ജിന്നൂരിയാണോ? കാരണം ഇന്ന് നിങ്ങളെ കൂട്ടക്കാരെ ഇപ്പം ജിന്നൂരി എന്നാ പറയും. നിങ്ങൾ മടവൂരി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം പറയുന്നത് ജിന്നൂരി എന്നാണ്. നിങ്ങൾ ജിന്നൂരിയാണോ ചോദിച്ചു. അപ്പൊ ആൾക്ക് ഭയങ്കര ഒരു വിമ്മിട്ടും ഒരു ഇതൊക്കെയാണുള്ളത്. കാരണം വെച്ചാൽ എനിക്കതിനെ കുറിച്ച് അറിയില്ല, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, മറ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം സലാം സുല്ലമിനെയും അബ്ദുൽ ലത്തീഫ് കരിമുലാക്കലിനെയും പിന്നെ നമ്മുടെ അലി മദനി മറയൂർ, പിന്നെ മൻസൂർ അലി ചമ്മാടി, ഇവരെയൊക്കെ വിമർശിക്കുമ്പോഴും ചെറിയ മട്ട അബ്ദുൽ ഹമീദ് മദനി സ്വർഗത്തിലേക്കാണ്, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, അദ്ദേഹം എഴുതുന്നൊക്കെ സത്യമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോ തുടർന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ആൾക്കാരല്ലേ ഹദീസ് നിഷേധവും കൊണ്ട് ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനിയെ കൊണ്ട് കുതിര കയറുന്നത്? അത് നിങ്ങളൊന്നും കേട്ടിട്ടില്ല ചോദിച്ചേ. ഇല്ല, അതൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ താടി വിഷയം, അങ്ങനെ കുറെ വിഷയങ്ങൾ ഇദ്ദേഹം വളരെയധികം മോശമായിട്ട്. അത് ഒന്ന് നമ്മുടെ തലശ്ശേരിയിലെ സിദ്ദീഖ്, ക്യാമറമാൻ സിദ്ദീഖിന്റെ കാര്യം. സിദ്ദീഖ് ഇപ്പോൾ മടവൂരിയായി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അവൻ താടി വെട്ടി. ഞാൻ ചോദിച്ചു, താടി വെട്ടുന്ന ആളെല്ലാം മടവൂരിയാ? അതെ, അത് അവരുടെ ആശയം കൂടുമ്പോഴാണ് ഈ താടിയൊക്കെ വെട്ടുക, നീളമില്ല താടിയൊക്കെ വെട്ടുക. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് TP മദനിനെ കണ്ടിന്യൂ ചോദിച്ചു. അല്ല, TP അബ്ദുൽ ഖാം മദനിനെ കണ്ടിന്യൂ ചോദിച്ചു. എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് താടി ഉണ്ടോ ചോദിച്ചു. അദ്ദേഹം വെട്ടലുണ്ടോ, ഷെയ്വ് ഒപ്പിക്കലുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അയ്യോ, പിന്നെ മറുപടിയില്ല. പിന്നെ ആള് വല്ലാതൊരു ഉരുളലാണ്. ഇങ്ങനൊക്കെ എന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിലിപ്പോ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല്, നമ്മൾക്കിതില് ഒരു വിധത്തിലുള്ള ഒരു ലക്ഷ്യമില്ല. മതപ്രവർത്തനം 45 കൊല്ലമായിട്ട് ഞാൻ KNM പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി പുസ്തകം എഴുതിയ അതിന്റെ ചരിത്രം, ഇസ്രായി ചരിത്രം പറഞ്ഞ ഒറ്റ പുസ്തകം KNM-നുള്ളൂ. അത് ഞാൻ എഴുതിയ പുസ്തകമാണ്. പിന്നെ മാറ്റത്തിന്റെ നോവുകൾ എന്ന നോവൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രോഗവും ചികിത്സയും പറഞ്ഞ പുസ്തകം, അതൊക്കെ ഞാൻ എഴുതി KNM ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ അൽമനാറിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ പിന്നെ പ്രസ്ഥാനത്തില് ഉണ്ടായിരുന്ന, അതായത് നമ്മൾ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 100 കൊല്ലമായിട്ട് നമ്മൾ പ്രബോധനം ചെയ്തിരുന്ന ശിർക്കിനും തൗഹീദിനും നമ്മൾ പറഞ്ഞു വന്നിരുന്ന നിർവചനം പോലും അട്ടിമറിച്ചു. മറിഞ്ഞ വഴിയിലൂടെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷം പെട്ടുകൊണ്ടോ എന്തിനെങ്കിലും ഒന്നിനെ വന്നിക്കുന്നത് ആരാധനയാണ് എന്ന് നമ്മൾ പറഞ്ഞു വന്നിരുന്ന അതും കൂടെ അട്ടിമറിച്ചിട്ട് ഈ മുഖ്യ വിഷയമായ തൗഹീദ്, ഷിർക്ക്, വിദ്അത്ത്, സുന്നത്ത് തുടങ്ങി അങ്ങനെ നമ്മുടെ അടിസ്ഥാന വിഷയങ്ങളൊക്കെ അട്ടിമറിച്ചിട്ട് തീരെ പ്രാധാന്യമില്ലാത്ത പല കാര്യങ്ങൾ പുതിയതായിട്ട് കണ്ണേറി, കറുത്ത നായ, കറുത്ത പൂച്ച, ഇതുപോലുള്ള ഈ പ്രബോധനത്തിൽ നിന്ന് വലിയ ഒരു വഴി തിരിച്ചുവിടല അവർ സംഭവിച്ചിട്ടുള്ളത്. അതിൽ പെട്ടതാ. ഇവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇതിന്റെ തെളിവുകൾ അന്വേഷിക്കുന്നതിന്റെ മുമ്പ് ഈ സേറ്, അതുപോലെ ഈ ജിന്ന്, ശൈത്താൻ, അതുപോലുള്ള ഈ ചിന്തകൾ, ഈ കണ്ണേറ്, ഈ ചിന്തകൾ നമ്മളെ സമൂഹത്തിൽ പുനഃസ്ഥാപിച്ചാൽ എന്താണ് സമുദായത്തിന് നേട്ടം? എന്താണ് അത്? ഇവർക്ക് വലിയ നേട്ടമുണ്ട് ഇതിൽ. അതൊക്കെ നേട്ടമുണ്ടായിരിക്കാം. അതെ, നമ്മളെ സമൂഹത്തിന് ഇതുകൊണ്ട് നമ്മളെ സമൂഹത്തിൽ ഒരു 50 കൊല്ലം മുമ്പ് ഇവിടെ നടന്നിരുന്ന സംഭവം ഞാൻ എന്റെ അവതാരികയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജ്യേഷ്ഠത്തിക്ക് രോഗം വന്നാല് അഞ്ചത്തി ചെയ്തതാണ്, അല്ലെങ്കിൽ നാത്തൂൻ ജയിച്ചതാണ്, അമ്മായിമ്മ ജയിച്ചതാണ്, ഭർത്താവ് ജയിച്ചതാ. ഇങ്ങനെയുള്ള കലാപങ്ങൾ നമ്മളെ കുടുംബങ്ങളിൽ നിരന്തരമായിട്ട് വന്നിട്ടുള്ള സ്നേഹം സംബന്ധിച്ചൊക്കെ ഉള്ള കലാപങ്ങൾ, ഈ ജാതി ചിന്തകള്, ഈ നമ്മൾ തൗഹീദ് കൊണ്ട് നേടിയിരുന്ന നിർഭയത്വം
അപ്പടി ഇല്ലാതെയാക്കി തീർത്തിട്ട് രാത്രി പോലും ആളുകൾക്ക് പിന്നെ ഈ ജിന്നിനെയും ഇതിനെയും പേടിച്ചിട്ട് രാത്രിയും പകലും പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥ, അങ്ങനെ സമൂഹത്തിൽ ഒരു ഭീതിജനകമായ ഒരു അവസ്ഥ ഉണ്ടാക്കുക അതിലപ്പുറം സമുദായത്തിന് എന്താ നേട്ടം? ഇസ്രായേൽ പ്രസ്ഥാനത്തിന് എന്താ നേട്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ചിന്ത ഇവിടെ പ്രചരിപ്പിക്കുന്നത് കാരണം നബിയുടെ കാര്യത്തിൽ ലോകത്തോട് നമുക്ക് സംസാരിക്കാൻ എന്താണ് ഒരു സന്ദേശമുള്ളത്? ഇതൊക്കെയാണ് ഇവർ ആദ്യം പറയേണ്ടത്. തെളിവൊക്കെ നമുക്ക് അന്വേഷിക്കാം. അപ്പം അവതാരികയിലുള്ള ഒരു ഇപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം. അവതാരികയിലെ വലിയൊരു പ്രശ്നം എന്താ അറിയോ? ഞാൻ സേറിനെ നിഷേധിച്ചു. ഓരോരുത്തരും അത് വിളിച്ചു ചോദിക്കണേട്ടാൽ നമ്മള് ദൈവത്തെ നിഷേധിച്ചു, അല്ലെങ്കിൽ ഈമാൻകാരെ നിഷേധിച്ച മാതിരിയാ. നിങ്ങൾ സേറ് പറ്റുമെന്ന് നിങ്ങൾ നിഷേധിച്ചോ എന്ന് കേട്ടാല് നമ്മൾ അടിസ്ഥാന വിശ്വാസക്കാരിയാണ് ഇപ്പൊ ഈ സേറ് ആളുകൾക്ക് പറ്റും എന്നത് ഒരു തെളിവില്ല. ഇതോടനുബന്ധിച്ച് ഒരു കാര്യം സീറിന്റെ പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സീറ് ബാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്താണ് കിട്ടേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സീറ് ബാധിച്ച സമയത്തല്ലേ ഒരു ബുഖാരി മുസ്ലിമിലെ മുത്തഫഖുൻ അലൈഹിൽ ഒരു ഹദീസിൽ ഞാൻ അത് വായിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇനി ഈ വിഷയത്തെ കുറിച്ചിട്ട് ആരും അറിയേണ്ട, എന്റെ കൗമികളിൽ ഇതിനെ കുറിച്ചിട്ട് ഇനി ഒന്നും പറഞ്ഞ് ഒരു വഴക്കിട്ടുണ്ടായെന്നുള്ള ഒരു തോതിലൊരു അവസാനം പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നതാണ്. അതില് ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ എടവണ്ണ അരവി മൗലവി അദ്ദേഹം മരിച്ചുപോയി, അലി അക്ബർ മൗലവി ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പം അവരിപ്പോ ഞാൻ നിഷേധിച്ചതുപോലെ തന്നെ ഈ ഹദീസ് നിഷേധിക്കുന്നവരായിരുന്നു. അതിന് അതിന്റേതായ കാരണങ്ങളുണ്ട്. അത് ആരെങ്കിലും എന്നെ വിളിച്ചാൽ ആ ഹദീസിന്റെ ദൗർബല്യങ്ങൾ പറഞ്ഞാൽ അതിന് സനദുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വേറെ അതിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ അവസാന ഭാഗം നിങ്ങൾ ആ ഹദീസ് ബുഖാരിയിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ സാധനം എടുക്കാൻ പോയിട്ട് അത് കിണറ്റിൽ നിന്ന് പുറത്തെടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് നബി പറയുന്ന മറുപടി ഏറ്റവും ആപൽക്കരമായ, അതാണ് ഞാൻ പ്രധാനമായിട്ട് അതാണ് ഉന്നയിക്കുന്നത്. എനിക്ക് അതിന് ഉത്തരം കിട്ടിയാൽ മതി. നബി പറയുന്നത് ഇന്നീ ഖശീത്ത്, ഞാൻ ഭയപ്പെട്ടു എന്നാണ് നബി പറയുന്നത്. ഈ സേറിന്റെ സാധനം ഈ കിണറ്റിൽ നിന്നും എടുത്താൽ ഇനി സംഭവിക്കുന്ന അപകടങ്ങൾ നമുക്ക് തടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. നബി എന്ന അള്ളാഹു അയച്ചിട്ടുള്ള അന്തിമ പ്രവാചകനാണ്. ഒരു സായറ് ഒരു കിണറ്റിൽ ചെയ്തു വെച്ച സാധനം അവിടുന്ന് എടുത്താൽ ഈ ഭൂമിയിലുണ്ടാവുന്ന കുഴപ്പങ്ങൾ തടുക്കാൻ സാധിക്കൂല എന്ന് നബി ഭയപ്പെട്ടു എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പ്രവാചകൻ തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ശരിക്കും അതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള തവക്കല്, ഒരു തവക്കലുള്ള ഒരു മൂമിൻ പോലും അങ്ങനെ സംസാരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നബിക്ക് തവക്കല് പോലും നഷ്ടപ്പെട്ടു എന്ന് ആ ഹദീസ് ധ്വനിപ്പിക്കുന്നുണ്ട്. അത് അങ്ങേയറ്റത്തെ പ്രവാചകൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. മാത്രമല്ല ഹദീസിന്റെ ആദ്യത്തിൽ തന്നെ എന്താണ്, നബിക്ക് സേറ് ബാധിച്ചത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു എന്നതിൽ പറയുന്നുണ്ട്. ചെയ്തത് ചെയ്തിട്ടില്ല എന്ന് തോന്നി, ചെയ്യാത്തത് ചെയ്തു എന്ന് തോന്നി. ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളടുത്ത് പോയി കഴിഞ്ഞാൽ അത് ആരാണ് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല, ആരടുത്ത് പോയി എന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെയല്ല വളരെയധികം ഒരു മോശമായ വളരെയധികം. അതായത് അത് ഇന്നത്തെ കാലത്ത് അതൊരു ഭ്രാന്തമായ അവസ്ഥ തന്നെയാണ്. ഒരു ഡോക്ടറെ ചെന്നാൽ ഡോക്ടർ ചോദിക്കുക സമയം എത്രയായി, നിങ്ങൾ രാവിലെ എന്താ ഭക്ഷിച്ചത്, എന്താണ് ചെയ്തത്, ഇങ്ങനെയാണല്ലോ ഒരു സാധാരണ ഒരു മാനസിക രോഗിയെ അന്വേഷിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഒരു സമനില തെറ്റിയ ഒരു സംഗതിയാണ് അതിന്റെ മുന്നിൽ ഹദീസ് തന്നെ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. പിന്നെ അതിന്റെ അവസാനം അറിയുന്നത് ഈ സാധനം ഇന്ന് പുറത്തെടുത്താൽ ഭൂമിയിൽ സംഭവിക്കുന്ന മനുഷ്യർക്ക് സംഭവിക്കുന്ന ആപത്തുകൾ തടുക്കാൻ സാധിക്കൂല. അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ, അള്ളാഹു അല്ലേ, അതെ അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി നബി എപ്പോഴെങ്കിലും ഒന്ന് ഇത്രയും അധീരമായിട്ട് സംസാരിച്ചതായിട്ട് എവിടെയും നമുക്ക് കാണാൻ സാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെടുന്ന ആളുകളെ നിർഭയരാക്കുക ചെയ്യുക, അല്ലാതെ ആകെ ഒരു സായറിനെ ഭയപ്പെട്ടു. പിന്നെ അതിന് സാഹചര്യ തെളിവുകളുണ്ട്. ഏറ്റവും വലിയ ശത്രുക്കൾ നബിക്കെതിരെ ഈ ആയുധം ഉപയോഗിച്ചിട്ടില്ല. മുമ്പും സാഹചര്യങ്ങള് നബിമാരുമായിട്ട് മൂസാ നബിയൊക്കെ ആയിട്ട് പല കളിയും കളിച്ചിട്ടുണ്ട്. പക്ഷെ
പിന്നെ കൺകെട്ടി വിദ്യ കാണിച്ചു കൂടാതെ മൂസാ നബിക്ക് ഒരു സേറി ചെയ്ത് ഭ്രാന്താക്കാൻ വേണ്ടിയിട്ട് ചെറുതാൻ പറഞ്ഞിട്ടുമില്ല, അവര് ശ്രമിച്ചിട്ടുമില്ല. അതിന് സത്യമില്ല എന്നുള്ളതിന് 100 തെളിവുണ്ട്. പിന്നെ സാഹചര്യ തെളിവുകൾ. നബിക്ക് ഇങ്ങനെ ഒരു രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലത്ത് ഇമാം എന്നതാരാണെന്നുള്ള പ്രശ്നമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് അറിഞ്ഞോ, ഉമർ ഇബ്നു ഖത്താബ് അറിഞ്ഞോ, ഏറ്റവും സന്തത സഹചാരികൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെയാണ്. അതിന്റെ സാഹചര്യ തെളിവുകൾ പരിശോധിക്കുമ്പോൾ ആ ഹദീസിന് നിലനിൽപ്പില്ല. സനത് മാത്രം ഉണ്ടായ പോരാ. സനത് മാത്രം ഉണ്ടായാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ അപകടകരമായ ഹദീസ് ബുഖാരിയിലുണ്ട്, എന്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ പിന്നെ ആർക്കും നൽകാൻ സാധിക്കും. ഖുർആനിൽ ആയത്ത് പോയി അറിയുന്ന ഹദീസ് ഉണ്ട് ബുഖാരിയില്. അധ്യായങ്ങള് നമ്മൾ മാറ്റേണ്ടി വരും എന്ന് പറയുന്നതാണ്. ഈ ഹദീസ് കൊള്ളുമ്പോൾ ഖുർആൻ തള്ളേണ്ടി വരും. ഖുർആൻ നമ്മളിപ്പോ ബുഖാരി ഇമാമിന്റെ സേവനങ്ങളൊന്നും നമ്മൾ വില കുറച്ച് കാണിക്കുന്നില്ല. പക്ഷേ പിന്നെ ചില ഹദീസുകൾ ഖുർആന് വിരുദ്ധമായിട്ടും മനുഷ്യബുദ്ധിക്ക് വിരുദ്ധമായിട്ടൊക്കെ ഉള്ള ഹദീസുകൾ അതിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് പിന്നെ അത് ക്ലിയർ ചെയ്ത് തരണം. ഖുർആനെതിരല്ല അറിയണം. അപ്പൊ റെജിമിന്റെ ആയത്ത്, അതായത് വ്യഭിചാരി ഒറിഞ്ഞു കൊല്ലണം പറഞ്ഞ ആയത്ത് മുമ്പ് ഖുർആനിലുണ്ടായിരുന്നു പറഞ്ഞ ഹദീസ് നമ്മൾ പിടിക്കുമ്പം ഒരായത്ത് ഖുർആനിന് പോയി എന്നതിന് ഇന്ന് വരുന്നുണ്ടല്ലോ. അതിനെന്താ ഉത്തരം? ആ റെജിമിന്റെ ആയത്ത് ഇപ്പൊ ഖുർആനിലില്ലല്ലോ. ശരിയാണ്. മുമ്പ് ആ ആയത്ത് ഞങ്ങൾ ഖുർആനിൽ ഓതാറുണ്ടായിരുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് പറയുന്ന ഹദീസ് ബുഖാരിയിലുണ്ട്. അപ്പൊ ആ ഹദീസ് നമ്മൾ സത്യപ്പെടുത്തുകയാണെങ്കിൽ ഒരു ആയത്ത് പോയി എന്നല്ല ഇതിന്റെ അർത്ഥം? തീർച്ചയായിട്ടും. അങ്ങനത്തെ ഹദീസുകളുണ്ട്. കലപ്പ കണ്ടപ്പം അത് നിന്യ വസ്തുവാണ് എന്ന് പറയുന്ന ഹദീസ് ബുഖാരിയിലുണ്ട്. കലപ്പ അറിയുന്നത് കൃഷിക്കാരന്റെ ആയുധമാണ്. അപ്പൊ കൃഷിക്കാരെ ഖുർആൻ പുകഴ്ത്തുന്നത് കാണാം, കൃഷിയെ നബി പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം. പിന്നെ എന്താണ് കലപ്പയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഹദീസ് വരാൻ കാരണം? അതുപോലെ ദുശകുനമുള്ളത് സ്ത്രീയിലും വീട്ടിലും കുതിരയിലുമാണ് അറിഞ്ഞിട്ട് ഹദീസുണ്ട് ബുഖാരിയിൽ. ആ ഹദീസിന്റെ നേരെ താഴെ തന്നെ അൽ ബർക്കത്ത് സീതവാസിൽ കൈലി എന്തോ പറയുന്ന, അതായത് കുതിരയുടെ നെറുകയിലാണ് ബർക്കത്തുള്ളത് എന്ന് പറയുന്ന കുതിരയെ കുറിച്ചിട്ട് ഖുർആനിൽ ഒരു അധ്യായം തന്നെ ഉണ്ടല്ലോ, സൂറത്തുൽ ആദിയ. കുതിരയെ വളർത്തുന്നവന് ഗനീമത്തില് 2 ഓഹരിയുണ്ട് അറിഞ്ഞിട്ട് ഹദീസ് ബുഖാരി തന്നെ ഉണ്ട്. കുതിരയുടെ നെറുകയിൽ ബർക്കത്തുണ്ട് അറിയുന്ന ഹദീസ് ബുഖാരിയിലുണ്ട്. കുതിര ദുശകുനമാണ് അറിയുന്ന ഹദീസ് അതിന്റെ മീതെ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ കൂട്ടത്തില് വേറൊന്നും വെച്ചാൽ ഇനിയിപ്പോ എന്ന് പറഞ്ഞാല് ഞാനിപ്പോ എന്തായാലും എന്ന് പറഞ്ഞാല് നമ്മളെ കോട്ടക്കൽ അബ്ദുറഹ്മാൻ സാറിനെ വിളിക്കും. അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞാല് ഞാൻ കാര്യങ്ങൾ പറയും. നിങ്ങളെ ഇത് ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ ഈ വിഷയകമായിട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ബഹുമാന പണ്ഡിതൻ TP ഒക്കെ ഒന്ന് വിളിക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊന്ന് അന്വേഷിക്കാൻ. ഇത് നിങ്ങള് ആദ്യം വിളിക്കേണ്ടത് പറപ്പൂരിനെയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. കാരണം ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം ഇത് സംബന്ധിച്ച് അവിടെ ഒരു തർക്കമുണ്ടായി. പിന്നെ അവിടുത്തെ പ്രവർത്തകരും ഇയാളും തമ്മില്. പറപ്പൂരും അവിടുത്തെ പ്രവർത്തകരും തമ്മിലാ? അല്ല, പറപ്പൂരല്ല. പറപ്പൂരിനെ അറിഞ്ഞ് ഞാൻ പറയുന്ന പറപ്പൂര് കുഞ്ഞുമുഹമ്മദ് പറപ്പൂരാണ്. കുഞ്ഞുമുഹമ്മദ് പറപ്പൂരിന് ഇത് നന്നായിട്ട് അറിയും. കാരണം ഇത് സംബന്ധിച്ച് അവിടെ ഒരു ഈ യോഗം പിരിഞ്ഞതിന് ശേഷം ഇയാളെ ആളുകൾ ചോദ്യം ചെയ്യുകയും ഇങ്ങനെ ജിന്നിനെ കണ്ടുപറഞ്ഞ് ചില പ്രവർത്തകർ ചോദ്യം ചെയ്തതിനെ സംബന്ധിച്ച് അവിടെ ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തിന്റെ സമയത്ത് എല്ലാരും പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഉള്ള ഒരു പ്രമുഖനായ ഒരാള് കുഞ്ഞുമുഹമ്മദ് പറപ്പൂർ മദനിയാണ്. അപ്പൊ ഞാൻ എന്താ ഇവിടെ ഒരു സംസാരം എന്ന് ചോദിച്ചപ്പം അത് ഇദ്ദേഹം ഈ ജിന്നിനെ കണ്ടുപറഞ്ഞതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തകന്മാർ പിന്നെ ചോദ്യം ചെയ്തുള്ള ഒരു സംസാരമാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്കത് അത്ര ധൈര്യമായിട്ട് പറയുകയാണ്. ഇതിപ്പോ എത്ര ദിവസമായി കഴിഞ്ഞിട്ട് ഈ സംഭവം? അതിപ്പോ കൃത്യമായിട്ട് എന്റെ ഡയറി നോക്കിയാൽ കിട്ടുക നോക്കാം. ഞാൻ 2 മാസം 2 മാസോ ആയോ? ഇല്ലല്ലേ?
അല്ലല്ല, ഇതൊരു 3 കൊല്ലത്തിനപ്പുറമായി. യെസ്, അതാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇപ്പൊ അടുത്ത വിഷയമല്ലല്ലോ ഇത്. കാരണം വെച്ചാൽ ഇത് ജക്കരിയ സലാഹി മുമ്പ് ഇത് കൊണ്ടുവന്ന ഉടനെ തന്നെ ഉണ്ടായ സംഭവം തോന്നുന്നു. അതെ 3 കൊല്ലത്തിലപ്പുറം ഏതായാലും ആയി. ഓക്കെ, ഇൻഷാ അല്ലാഹ് 4 കൊല്ലമായിട്ടുണ്ടാവും. കാരണം 3 കൊല്ലമായിട്ട്, കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞാൻ KNM പ്രാഥമിക മെമ്പർഷിപ്പ് മാത്രമേ ഉള്ളൂ. അതിന്റെ മുമ്പ് പിന്നെ ഒരു സെമിനാറിൽ അന്നൊക്കെ ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അന്ന് ഈ സെമിനാറിന്റെ യോഗത്തിന് പോയെന്നാണ്. അന്ന് ഞാൻ ഭാരവാഹിയാണ്. അല്ല, ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനെ കുറിച്ചിട്ട് ഒരു കാര്യം ഇപ്പൊ എന്താ വെച്ചാല് പ്രസിഡന്റും സെക്രട്ടറിയും കണ്ടു, ട്രഷററെ കണ്ടില്ല. അത് മറ്റേ അവർ ഇനി എക്സിക്യൂട്ടീവ് ഇപ്പം രൂപീകരിച്ചല്ല, അത് ചേർന്നിട്ട് ആണ് മറ്റു ഭാരവാഹികളൊക്കെ തെരഞ്ഞെടുക്കുക. ഓക്കെ, അല്ല 10-25ഓളം ഭാരവാഹികളെ ലിസ്റ്റൊക്കെ കണ്ടു. കാരണം വെച്ചാൽ ഞാനെന്നപ്പോ അത് നോക്കുന്ന സമയത്ത് ഞാൻ കരുതി എന്താണ് ഇത് ട്രഷറെ കാണാതെ അത് ജക്കരിയാക്കാറ്റം വെച്ചു കൊടുത്തയാളി. അല്ലല്ല, അത് ഇനി ബാക്കിയുള്ളവരൊക്കെ ഒന്നായിട്ട് തെരഞ്ഞെടുക്കുള്ളൂ. അങ്ങനെയുള്ളൂ അല്ലെ? ഇൻഷാ അല്ലാഹ് ഇത് മാത്രമേ തെരഞ്ഞെടുക്കുള്ളൂ. എക്സിക്യൂട്ടീവ് ചേർന്നിട്ട് എക്സിക്യൂട്ടീവിൽ നിന്ന് മറ്റു ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതിപ്പോ ഞാനിപ്പോ കോട്ടക്കലിനെ വിളിച്ചിട്ട് അബ്ദുറഹ്മാൻ സാറിനെ വിളിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ശരിക്കും ശുദ്ധ കളവാണല്ലേ? ഞാൻ ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞത്. അതല്ലേ ഞാൻ പറയുന്നത്. AP DP മുഹമ്മദ് മദനിയൊക്കെ ആ സ്റ്റേജിലുണ്ട് അറിയുന്നത്. നമ്മളിപ്പോ ഈ പ്രസ്താവനയിലൊന്നല്ല, അതിന്റെ മുമ്പ് പലർക്കും ഈ സംഗതി എഴുതിയിട്ടുണ്ട്. ഈ സംഗതി എഴുതിയിട്ടുണ്ട്. ഇനി പിന്നെ നിങ്ങള് EK ഇബ്രാഹിംകുട്ടി മൗലവി ഉണ്ട് തൃശ്ശൂർ, അദ്ദേഹമാണ് മറ്റേ എറണാകുളം നമ്മളെ സാൽവേഷനിൽ ഒരു ജിന്ന് വന്നിരുന്നു പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് ഈ ഇബ്രാഹിംകുട്ടി മൗലവി അദ്ദേഹം സെക്രട്ടറിയാണ്. പിന്നെ കഴിഞ്ഞ ഇതില് PPS, അതായത് നമ്മളെ പുസ്തക പ്രസിദ്ധീകരണത്തിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. ഒരാൾക്കെതിരായിട്ട് KNM പരാതി തന്നെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊക്കെയാണ് നമ്മളതിൽ എഴുതിയത്. അല്ലാതെ ഒരു ബേസ് ഇല്ലാത്ത ഒരു സംഗതിയും നമ്മളെ അവതാരികയിൽ എഴുതിയിട്ടില്ല. അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഒന്നും ഉണ്ടായിരിക്കും. ഇതെന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. ഇനി അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് സമർപ്പിക്കണമെങ്കിൽ അപ്പോൾ അതിനും നമ്മൾ സന്നദ്ധമാണ്. വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ ആ ബുക്കിൽ എന്ന് വെച്ചാല് മുമ്പ് KK സക്കരിയ പറഞ്ഞ പോലെ ബിംബങ്ങൾ പാല് കുടിക്കുന്ന പാല് കുടിക്കുന്ന ജിന്നുകൾ പാല് കുടിക്കും, ജിന്ന് സംസാരിക്കും, പിന്നെ അതൊക്കെ പിശാചി സംസാരിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ജിന്ന് സംസാരിക്കൂല എന്ന് ഖുർആനിൽ വ്യക്തമായിട്ടുള്ളതല്ലേ? ആ ഖുർആന്റെ വ്യക്തമായ ശാസനക്കെതിരായിട്ടുണ്ട്. ഇബ്രാഹിം നബിയോട് ആളുകൾ ചോദിക്കുന്ന എന്താണ്, നിനക്കറിഞ്ഞൂടെ പിന്നെ ബിംബങ്ങൾ സംസാരിക്കില്ല എന്ന് നിനക്കറിഞ്ഞൂടെ ചോദിച്ചാൽ ഇബ്രാഹിം നബിക്ക് മാത്രം അറിയണമല്ല, ലോകത്തിന് അറിയുന്ന ഒരു സത്യമല്ലേ എന്നാണ് ആ ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമല്ലേ, അല്ലാതെ ഇബ്രാഹിം നബി ഓതി പഠിച്ച ഒരു സത്യമല്ല അത്. അല്ലെങ്കിൽ പ്രവാചകത്വം മൂലം പഠിച്ചതല്ല, ലോകത്തിന് എല്ലാവർക്കും അറിയില്ലേ ബിംബങ്ങൾ സംസാരിക്കില്ല എന്നാണ് അതിന്റെ ധ്വനി. അതൊക്കെ ഭാഷ അറിയുന്നവർക്ക് അറിയും. കറക്റ്റാണ്, അതെ സത്യമാണ്. അന്ന് എല്ലാ ബിംബങ്ങളെയും തച്ചുടച്ചിട്ട് ഒരു ബിംബത്തിന്റെ തലയിൽ കോടാലിയും കെട്ടി തൂക്കിയിട്ട് പോയപ്പോഴ് അവര് പറയുന്നതാണ് നമുക്കറിയാം സംസാരിക്കില്ല. അവര് പറഞ്ഞ അതല്ലേ ശരിക്കും സത്യമാണ്. അത് ലോകത്തിന് തന്നെ അറിയുന്ന ഒരു കാര്യം. പിന്നെ എങ്ങനെയാണ് ഈ സക്കീറയുടെ തലയിൽ ഇതൊക്കെ വന്നത്? അതൊക്കെ എങ്ങനെ വന്നതാന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെ പറ്റി ഇപ്പൊ അങ്ങനെ വ്യക്തിപരമായിട്ട് നമ്മള് ഒന്നും പറയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 45 കൊല്ലമായിട്ട് നമ്മള് ഈ പ്രസ്ഥാനത്തില് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയെന്നല്ലാതെ അതിന്നും അങ്ങനെ തന്നെ യാതൊരു വ്യതിചലനവുമില്ല. വേറൊരു പാർട്ടിയിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മളെ സയ്യിദ് സനാഉള്ള മക്കി തങ്ങള് മുതൽക്ക് പ്രബോധനം ചെയ്തിട്ടുള്ള ആ മാർഗത്തിൽ നിന്ന് അണുവിട മാറ്റം വരാതെ അതാണ് നമ്മൾ പ്രബോധനം ചെയ്യുന്നത്. അതിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ട്. അത് വേറെ ആരും ചാരപ്പണിയില്ല, ആരടുത്തൊന്നും പൈസയും വാങ്ങയില്ല, ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കുകയില്ല. ആചാരി ഒന്നും നമുക്കിത് ലക്ഷ്യമല്ല. പേരുണ്ടാക്കുന്ന ലക്ഷ്യമില്ല, പൈസ ഉണ്ടാക്കുന്ന ലക്ഷ്യമില്ല, ആളാവുന്ന ലക്ഷ്യമില്ല, സംഘടന പുലർത്തണ പണിയില്ല, ഒന്നുമില്ല, യാതൊരു വിധത്തിലുള്ള പണിയില്ല. അതുകൊണ്ട് ചാരനാണ് ഇതാണ് പറഞ്ഞിട്ട് അതുകൊണ്ട് കാര്യമില്ല. തെളിവുകൾ ഉദ്ധരിക്കണം. തെളിവിനെ നിഷേധിക്കാൻ
അതിലും ശക്തമായ തെളിവുകളുമായിട്ട് വരണം, അല്ലാതെ ആളെ ചീത്തറിഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. സത്യമാണ്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നല്ല ആഫിയത്ത് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ എന്നും സത്യത്തിന്റെ മുന്നിൽ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നേറണം. കാരണം എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊക്കെ മുന്നേറുന്ന നമ്മുടെ നേതാക്കന്മാരൊക്കെ മുന്നിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാല് ജനങ്ങൾക്ക് സത്യം മനസ്സിലാവും. അതല്ലാതെ ഇത് മൂടി വെച്ച് ഒരുവിധം എന്താണ് പറയേണ്ടത്, കീശ വീർപ്പിക്കാനും പണ്ടത്തെ മറ്റേ മൊയ്ലാക്കന്മാരുടെ സ്വഭാവത്തിലേക്കാണ് ഇന്ന് മുജാഹിദ് പണ്ഡിതന്മാരൊക്കെ നീങ്ങുന്നത്. കാരണം കീശയും കുടലും വീർപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് എല്ലാ പഹയന്മാരും ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്. കാരണം ഒരു ജിന്നറക്കലിന് ഇത്ര രൂപ, ഒരു കണ്ണേറിന് ഇത്ര രൂപ, എന്നെങ്കിലും പിന്നെ നമുക്ക് ഇവിടെ ജെറുസലേമിൽ ഇസ്രായേലിന് അവിടെ കൊണ്ടുപോയിട്ട് പലസ്തീനിൽ കൊണ്ടുപോയിട്ട് ഇസ്രായേലിന്റെ പേർക്ക് ഒരു കണ്ണേറ് കൊടുത്താൽ പോരെ? എന്നാ പലസ്തീൻകാർ ഇത്ര കഷ്ടപ്പെടണം? അല്ല, ഞാൻ തന്നെ അതിന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ കണ്ണേറ് പറഞ്ഞത് ഈ മത്തമ്മന്റെ വള്ളിക്ക്, ചെറങ്ങന്റെ വള്ളിക്ക്, കുമ്പങ്ങന്റെ വള്ളിക്ക്, ഇതിനൊക്കെ അല്ലാതെ ഇവിടെ നെടുങ്കാട്ടിൽ വലിയ തേക്കുണ്ട്. ഈ തേക്ക് എത്രയോ ലക്ഷങ്ങൾ കണ്ടുപോയതാ. ഒരു കണ്ണൂരുകാരനും അത് കണ്ടില്ല. ആ തേക്കിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. താജ്മഹൽ കോടിക്കണക്കിന് ആളുകൾ കാണണം. അങ്ങനത്തെ കണ്ണൂരുകാരനും താജ്മഹൽ കണ്ടില്ലേ? താജ്മഹൽ ഇടിഞ്ഞടിയിട്ടില്ലല്ലോ. ആളുകളെ എത്ര എന്തൊരു അത്ഭുതം അറിഞ്ഞിട്ട് കാണുന്ന ഒരു സാധനമാണല്ലോ. എനിക്ക് മഹാത്ഭുതം എന്ന് പറഞ്ഞിട്ട് അത് ഒരു യാഥാർത്ഥ്യം ഇതിലില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. അതുപോലെ തന്നെ നമുക്ക് എടുക്കാമല്ലോ മിസ്റിലെ മറ്റേ പിരമിഡുകള്. എന്തൊക്കെ ഈ ഭൂമിയില് മഹാത്ഭുതങ്ങളുണ്ട്. അതൊക്കെ ഈ കണ്ണേറുകാർ കണ്ടിട്ട് ഈ മത്തംവള്ളിക്കും ഈ ചെറുങ്ങന്റെ വള്ളിക്കും മാത്രമേ ഇത് പറ്റുള്ളൂ തോന്നുന്നു. ഇത് അങ്ങനെ പറ്റുള്ളൂ ഇവർക്ക്. പുല്ലിനും വള്ളിക്കൊക്കെ. പിന്നെ ഒരു തമാശയും കൂടെ പറയാം. ഒരാളോട് വിളിച്ചു ചോദിച്ചപ്പോ ഇതിനെന്താ പരിഹാരം എന്ന് ചോദിച്ചു കണ്ണേറിന്. അപ്പൊ അയാൾ പറഞ്ഞു, മറ്റേ ആള് കണ്ണ് കട്ടിയ ആളുണ്ടല്ലോ ചെയ്ത ആള്, അയാളെ ഉള്ളുകൊടുത്ത വെള്ളം കൊണ്ട് ഇയാള് കുളിക്കുകയെ ശുദ്ധീകരിക്കുകയെ ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു അത് നടക്കൂല, കാരണം വേലായുധന്റെ കണ്ണേറാ പറ്റിയത് പറഞ്ഞു. വേലായുധം ഒന്നും എടുക്കൂലല്ലോ. അതിന് പുതിയൊരു പരിപാടി നടത്തിയെന്താ അറിയാം, വേലായുധനായാലും കുഴപ്പമില്ല, രാമനായാലും കുഴപ്പമില്ല, ഒന്ന് കൈ കഴിക്കാനോ പിടിക്കാനോ അതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, അതിനൊന്നും ഷഹാദത്ത് ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേ ഇയാളാൻ തോന്നുന്നു പറഞ്ഞത്, നമ്മളെ അനസാൻ തോന്നുന്നു പറഞ്ഞത്. അല്ല, അതൊക്കെ എന്താ അറിയോ, ഒക്കെ ബുദ്ധിശൂന്യമായ പരിപാടികളാണ്. കാരണം എന്റെ കണ്ണേറ് കെട്ടി ഇറങ്ങിയാട്ട് നിങ്ങൾ എന്റെ അടുത്ത് വെള്ളത്തിന് വന്നാ എന്റെ അടുത്തൊന്നും കിട്ടുമോ ഞാൻ ചോദിക്കട്ടെ? കിട്ടുമോ? കിട്ടില്ല. അത് വേലായുധനല്ല, കിട്ടില്ല. ഇതൊന്നും ഉണ്ടാകാൻ പോയാ അറിയും. ശരിയാണ്. എനിക്കങ്ങനെ കണ്ണേറൊന്നും ഇല്ല അറിയും. പിന്നെ അതിനോടനുബന്ധിച്ച് വേറെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. കണ്ണേറ് വെക്കുന്ന ഒരാളോട് വേണമെങ്കിൽ നിങ്ങൾ കണ്ണിമ്മി അടക്കാന്ന് പറയാലോ നബിക്ക്. വല്ലൽ ബസർ, പുരുഷന്മാരോടും സ്ത്രീകളോടൊക്കെ കണ്ണിമ്പ പറഞ്ഞിട്ടുണ്ടല്ലോ ചില ഘട്ടത്തിൽ. എന്ന മാതിരി നിങ്ങൾ ഈ കൃഷി ഇതൊന്നും കാണുന്ന സമയത്ത് അതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയരുത്, നോക്കരുത്, കണ്ണിന്റെ അടക്കണം, കണ്ണേറുള്ള ആളുകൾ പറഞ്ഞ് അങ്ങനെ വല്ല നിർദ്ദേശമുണ്ടോ? അവരൊരു പാടാണല്ലോ ചെയ്യുന്നത്. അവരറിഞ്ഞാലും അറിയാഞ്ഞാലും അതിന് വല്ല കുറ്റമുണ്ടോ? അതിന് പരലോകത്ത് ശിക്ഷ ഉണ്ടോ? അതോ ഈ ഭൂമിയിൽ ശിക്ഷ ഉണ്ടോ? എന്താണ് അവർക്ക് ഇങ്ങനെ ഒരു ഇത് സംഭവിക്കാം? പിന്നെ ഖുർആൻ മനുഷ്യനെ സൃഷ്ടിച്ച അവന് നൽകിയിട്ടുള്ള പിന്നെ കണ്ണ് അങ്ങനെയുള്ള എല്ലാ അവയവങ്ങളുടെയും മഹത്വങ്ങളെ സംബന്ധിച്ച് പിന്നെ പല പരാമർശങ്ങളും ഉണ്ട്. പക്ഷെ അതിന് ചില ആളുകൾക്ക് അത് നാശകരമാക്കുന്ന വിധത്തിൽ അതും നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന യാതൊരു പരാമർശവും ഖുർആനിലില്ല. ഇല്ല, എവിടെയും വന്നില്ല. നാവും കണ്ണൊക്കെ ഞാൻ ആളുകൾക്ക് ആപത്തായിട്ടും പിന്നെ ആളുകൾക്ക് കൊടുത്തു, ഞാമത്തായിട്ട് കൊടുത്തു ഖുർആനിൽ. ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞിട്ടുണ്ട് ഈ പിശാച് ബാധയെ കുറിച്ചിട്ട്. പിശാച് ബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്, അത് പിന്നെ ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയായിട്ട് സംസാരിക്കും. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞാണ് എന്തെന്ന്, പിശാച് ബാധയുണ്ട്. കാരണം അന്ന് പ്രവാചകന്റെ അടുക്കൽ ഒരു സ്ത്രീ കുട്ടിയെയും കൊണ്ടുപോയിട്ട് പറഞ്ഞു, പ്രവാചകരെ എന്റെ കുഞ്ഞിന് പിശാചബാധ ഏറ്റവനെ പോലെ മറിഞ്ഞു വീഴുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന്റെ ശരീരത്തിൽ വലതുഭാഗത്തൊന്ന് തട്ടിയപ്പോൾ ആ കുഞ്ഞ് പിന്നീട് സംസാരിച്ചു എന്നൊക്കെയുള്ള ഒരു വിശദീകരണം മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു. അത് ഒരു കുട്ടിക്ക് ഖുർആൻ ഫുള്ളാ ഒന്നുമില്ല അറിയാട്ടാണ് ഒരു സ്ത്രീ എന്നത്. അതിന് നബി അയാളെ ആ കുട്ടിയെ ഇങ്ങനെ കട്ടിയിട്ട് അല്ല മുഹമ്മദ് റസൂലുള്ളാഹി എന്നാണ് നബി പറഞ്ഞത്. അതായത് അത് നിങ്ങൾക്കോ എനിക്കോ മുജാഹിദ് ബാലുശ്ശേരിക്കോ ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടിയല്ല, മൈജിദത്ത. കാരണം അത് ഞാൻ മുമ്പ് സക്കരിയ സലാഹിനോട് ചോദിച്ചത്, അദ്ദേഹം
അടിച്ച് ചികിത്സക്ക് ആയിട്ട് എന്നോട് പറഞ്ഞത് ആ സംഭവമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ കരിയ ഈ ചികിത്സ നിങ്ങൾക്കും എനിക്കും ചെയ്യാൻ പറ്റുമോ? ഞാൻ തമാശയായിട്ട് ചോദിച്ചു, ഞാനത് ചെയ്യാണ് കൊത്തുകയാണെങ്കിൽ അന അബ്ദുറഹ്മാൻ ഇരുവേറ്റിന്നല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ ഇത് അന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന നബിയുടെ മൊയ്ജിസത്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിച്ചു. മൂപ്പരതിന് മറുപടി അറിയാതെ അന്ന് പോവുക ചെയ്തത്. അതെ, ഇതിന്റെ അവസാനം കാസർഗോഡ് അതീത് സെമിനാറിൽ മൂപ്പർ എന്താ പറഞ്ഞത്, കേക്കെ നിങ്ങൾ കൊട്ടണ്ട, അതിനൊന്ന് തടയാ മതിയെന്ന്. നമ്മൾക്ക് കൊത്തുമ്പം ഇങ്ങനെ പറയണല്ലോ, അന മുഹമ്മദ് റസൂലുള്ളാഹി അറിഞ്ഞ് കൊത്തിയതാണല്ലോ. അത് അത് നബി ചെയ്ത നബിയുടെ ഒരു മൈജിതത്ത് കൊണ്ട് ചെയ്യുന്ന അങ്ങനെ എത്ര കാര്യങ്ങൾ നബി ചെയ്തിട്ടുണ്ട്. നബിയുടെ തുപ്പല് വെച്ചിട്ട് ചികിത്സിച്ചിട്ടുണ്ട്. നബി പായ ചുട്ട് അതിന്റെ വെണ്ണീർ മുറിയിൽ വെച്ച് വെത്തിയിട്ടുണ്ട്. ആ ചികിത്സയൊക്കെ ഇപ്പൊ വരും ചെയ്യുന്നുണ്ട് അവിടെ. ആയിട്ട് വെണ്ണീർ മുടി എന്താ അതൊന്നും പറയാത്തത്. നബി കൊമ്പ് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ കൊമ്പ് വെച്ച് ചികിത്സിക്കുന്നുണ്ടോ? ആരും ചെയ്യുന്നില്ല. ചെയ്യുന്നില്ലല്ലോ. പിന്നെന്താണ് ഇതിലായിട്ട്? പിന്നെ പിശാചിനെ പറ്റി എന്താ അറിയോ? പിശാചിനെ സൃഷ്ടിച്ച് അത് അള്ളാഹു മനുഷ്യന്റെ ശത്രുവായിട്ട് അതിനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള അള്ളാഹു പിശാചിനെ സംബന്ധിച്ച് ഖുർആനിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും മനുഷ്യനെ വഴികേടിലാക്കും എന്നതല്ലാതെ യാതൊരു വിധത്തിൽ മനുഷ്യനെ ശാരീരികമായ രോഗം ഉണ്ടാക്കും അറിയുന്ന പിശാചിനെ സംബന്ധിച്ച് യാതൊരു പരാമർശവും ഇല്ല അതിന്. എന്ന് മാത്രമല്ല ലൈസലഹു സുൽത്താനുല്ലദീന ആമനു അലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ തവക്കൽ ചെയ്യുകയും അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവന്റെ മേലിൽ പിശാചിന് യാതൊരു സ്വാധീനവും ലഭിക്കുകയില്ല എന്നൊക്കെ നിരവധി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ പറഞ്ഞത് വഴികളിലാക്കും. പിശാചി അള്ളാഹിനോട് പറയുന്നതാണ്, നിന്റെ സിറാത്തുൽ മുസ്തഖീം, നിന്റെ മാർഗത്തിൽ ഞാൻ ഇരുന്ന് ഞാൻ അവരെ വഴികേടിലാക്കും, അവരെ നന്ദിയുള്ളവരായി നിനക്ക് കാണാൻ സാധിക്കില്ല. അല്ലാതെ ഞാൻ അവർക്ക് രോഗം ഉണ്ടാക്കും, അവർക്ക് ഭ്രാന്ത് ഉണ്ടാക്കും, അങ്ങനെ അവര് നിന്റെ. അതെ, കറക്റ്റാണ്. അപ്പൊ ഈ വിഷയം ചോദിക്കുമ്പോഴാണ് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജിന്ന് എന്നത് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന കുറച്ച് പണ്ഡിതന്മാരുണ്ട്. അവർക്കൊക്കെ വരുന്ന ഏറ്റവും വലിയ ഒരു വിവരക്കേട് എന്ന് പറഞ്ഞാൽ ഈ വിഷയം പറയുമ്പോൾ പിശാച് മനുഷ്യന്റെ ശരീരത്തിൽ ഉപദ്രവം ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അത്യന്തം ഒരുവിധം പൊട്ടത്തരങ്ങളാണ്. കാരണം അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ബുദ്ധിക്ക് സ്ഥിരതയില്ലാതെ ഭ്രാന്തന്മാർ പറയുന്നതിനനുസരിച്ചിട്ടാണ് അവരൊക്കെ ഓരോ മറുപടി പറയുന്നത്. കാരണം ഈ ഒരു വിഷയമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്നിട്ട് നമ്മുടെ APA അബൂബക്കർ മുസ്ലിയാറിന്റെ നമ്മുടെ മോളഭർത്താവ് നമ്മുടെ ആരാണപ്പ ഇതിന്റെ എന്താ ട്രൂത്തിന്റെ ആളുണ്ടല്ലേ, നിച്ച് ഓഫ് ട്രൂത്തിന്റെ MM അക്ബർ വളരെ മുമ്പ് എഴുതിയ ഒരു ബുക്കുണ്ട്, യേശു മഹാനായ പ്രവാചകൻ. അതില് ക്രൈസ്തവ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിശാചുക്കൾക്ക് മനുഷ്യ ശരീരത്തിൽ യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കുവാൻ കഴിയുകയില്ല. അദ്ദേഹം പറയാണ്, ആര്? MM അക്ബർ. അവര് കൊണ്ടു നടക്കുന്ന ആളാണ് പറയുന്നത്, തലയിൽ വെച്ച് നടക്കുക. ആ MM അക്ബർ പറഞ്ഞ ആ കാര്യം ഇന്ന് ഇവര് എതിർക്കുന്നത്. ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയായിട്ട് സംസാരിച്ചോ, മുജാഹിദ് ബാലുശ്ശേരി പറയാനേ അതൊന്നുമില്ല, അത് MM അക്ബറോട് ചോദിക്കണം, MM അക്ബറോട് ചോദിച്ചോ. ഞാൻ പറഞ്ഞു, എന്തായി ചോദിക്കേണ്ട? ബുക്കിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയതല്ലേ, ലിഖിതല്ലേ, അത് വായിക്കാൻ കഴിയും. വാക്ക് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ഓക്കെ. ഈ എഴുതിയത് വായിച്ചത് എന്താണെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിന് മറുപടിയില്ല. MM അക്ബർ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ ഇവര് ഒരു വിഭാഗക്കാർ പറയുന്നതെന്നാൽ ഇവരിൽ തന്നെ ഇപ്പൊ ഭിന്നിപ്പാണ്. ഈ ജിന്നിന്റെ ക്യാമ്പിൽ തന്നെ ഒരു ഭിന്നിപ്പ് വന്നിട്ടുണ്ട്. കാരണം ഒരാൾ പറയുന്നതല്ല മറ്റേയാൾ പറയുന്നത്. ഇപ്പൊ ഇവർക്കാണ് ശരിക്കും പറഞ്ഞാല് അത്തും പിത്തുമായ മാതിരി പറയുന്നത്. എന്ത് പറഞ്ഞു മറ്റവരെന്താ പറഞ്ഞെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അല്ലാത്ത വാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടേ ഓരോന്ന് അത് തെളിയിക്കാനും അതിന് നിലനിൽപ്പുണ്ടാവില്ല. ഖുർആനിൽ വ്യക്തമായിട്ട് പിശാചിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഓരോ സംഗതികളും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും തന്നെയും പിശാച് ശാരീരികമായ രോഗം ഉണ്ടാക്കും, അങ്ങനെ അടിമപ്പെടുത്തും അറിയുന്ന യാതൊന്നുമില്ല. പിന്നെ അത് വളരെ വ്യക്തമാണ്. ഇനി അതിലൊരു അവ്യക്തതയില്ല. പിന്നെ എന്താ അറിയോ, സഫിയ സംഭവങ്ങൾക്ക് അറിയില്ലേ? സഫിയ നബിയുടെ അടുത്ത് വന്നു, അങ്ങനെ ഇരുട്ടില് നേരത്ത് സംസാരിച്ചു. നബിയുടെ ഭാര്യയാണ് റളിയല്ലാഹു. അങ്ങനെ പോകുന്ന സമയത്ത് നബി ഒരു യാത്ര അയക്കാനുള്ള ആൾക്ക് അങ്ങോട്ട് ചെന്നു.
അല്പം പോയി. അപ്പൊ രണ്ടാള് അതിലെ വന്നു, രണ്ട് അൻസാരികൾ. അവരിങ്ങനെ കണ്ടപ്പോ നബിയുടെ കൂടെ ഒരു സ്ത്രീയെ കണ്ടപ്പോ അവര് പെട്ടെന്ന് പിന്നെ അത് ശ്രദ്ധിക്കാതെ പോയി. അപ്പൊ നബി അവരെ വിളിച്ചേർത്തിയിട്ട് പറഞ്ഞു, ഇത് എന്റെ ഭാര്യ സഫിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് വലിയ ദുഃഖം തോന്നി. കാരണം നബിയെ തെറ്റിദ്ധരിച്ചു എന്ന് ധരിച്ചല്ലോ. അപ്പൊ അവര് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഇന്ന ശൈത്താന എജിരി മജ്റദമി, അങ്ങനെ വേറെയും വചനങ്ങളുണ്ട്. അതായത് മനുഷ്യന്റെ നാഡിഞരമ്പിലൂടെ പിശാചി സഞ്ചരിക്കും എന്ന് പറഞ്ഞു. വളരെ വ്യക്തമാണ് സംഭവം. അതായത് മനുഷ്യന്റെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയത് കൊണ്ടാണ് ഞാനിത് ക്ലിയർ ചെയ്തത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഹദീസ് പോലും ദുർവ്യാഖ്യാനം ചെയ്തിട്ട് മനുഷ്യന്റെ ഞരമ്പിലൂടെ രോഗം പരത്തും എന്ന് പ്രസംഗിക്കുന്ന ആളുകൾ ഈ സംഭവം തന്നെ നമ്മൾക്ക് ഏതൊരു മന്ദബുദ്ധിക്കും മനസ്സിലാവും. പിന്നെ തെറ്റിദ്ധാരണ പിശാച് ഉണ്ടാക്കും. അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, വസ്വാസം ഉണ്ടാക്കും പിശാചി എന്ന്. അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ടല്ലോ, മനുഷ്യനിൽ തെറ്റിദ്ധാരണകൾ, ആശങ്കകൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ, അതുപോലെ പിന്നെ മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഓരോ തെറ്റിദ്ധാരണ വരുന്നില്ലേ, അതുണ്ടാക്കുന്ന പിശാച്. അതൊക്കെ പിശാചിന്റെ പിന്നെ അല്ലാതെ രോഗം ഉണ്ടാക്കല്ലല്ലോ അത്. ശരിക്കും നമുക്ക് ഇതിൽ മനസ്സിലാക്കാനും പഠിക്കാനും കുറേയുണ്ട്. ഞാൻ തുടർന്ന് ഇൻഷാ അല്ലാഹ് വിളിക്കും. ഇതിന്റെയൊക്കെ നിങ്ങളിപ്പോ ഇത്രയും നേരം എന്നോട് സംസാരിച്ചത് അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖൈറാക്കട്ടെ. എത്രയോ വിലപ്പെട്ട സമയമാണ് ഞാൻ എടുത്തത്. ഏതായാലും ഇരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ ഏതായാലും ഒന്ന് കോട്ടക്കലിനൊന്ന് ആദ്യം ഒന്ന് വിളിക്കട്ടെ. കോട്ടക്കലിനോട് വിളിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ഏതായാലും നിങ്ങൾ ഇത്രയും വലിയൊരു മണ്ടത്തരം പറയുകയും ഇത്രയും വലിയൊരു കളവും പകൽ വെളിച്ചത്തിൽ നടന്ന സംഭവത്തിന് നിങ്ങൾ ഇരുട്ടിന്റെ മറ കൊണ്ട് അടക്കാനോ നോക്കുന്നതിൽ ഒന്ന് ഞാൻ കുഞ്ഞുമുഹമ്മദ് പറത്തില്ല നമ്പർ ഉണ്ടെങ്കിലേ നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആ സദസ്സിലുണ്ടായിരുന്നു എന്ന് ഇരുവേറ്റി പറയുന്നു പറയും. അപ്പൊ അത് വ്യക്തമാവും. ഈ സംഗതിയൊക്കെ ഞാൻ ആ കാലത്ത് തന്നെയൊക്കെ എല്ലാവർക്കും എഴുതിയിട്ടുണ്ട്. ആരും അത് നിഷേധിച്ചിട്ടില്ല. കാരണം ഇവരൊക്കെ കേട്ടിട്ടുള്ള സംഭവമാണ് അത്. അപ്പൊ ഏതായാലും ഞാൻ ചോദിക്കട്ടെ. സമയം 7 മണിയായി. ഞാൻ കുറെ സമയം നിങ്ങളുടെ അടുത്ത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഖൈറാക്കട്ടെ. ഞാൻ പിന്നീട് വിളിക്കാം ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. ശരി എന്നാലേ, വളരെ സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.